together grows fragile over time, and the space between the edges uncovers all that's mine. സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണം, ഞങ്ങളോട് കൂടി ആയിരിക്കണമേ. ഞങ്ങൾ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവരായി മാറും. ആമേൻ. തന്നാലും നാഥാ ആത്മാവിനെ തന്നാലും നാഥാ നിൻ ജീവനെ നിത്യ സഹായകനെ അകനാലിനുണർവിന്റെ പനിനീര് തൂക്കി അവിരാമമൊഴുകി വരൂ വരദാനമാരിവേ ഫലമേകുവാനായി ഒഴുകി വരൂ. തന്നാലും നാഥാ ആത്മാവിനെ ആശ്വാസദായകനെ. ഇപ്പോഴ് മധുരവെപ്പ് കർമ്മം നടക്കുമ്പോൾ ആശീർവദിക്കുന്ന മധുരപദാർത്ഥം പോലെ ഈ മകൻ്റെ ജീവിതവും ഏറ്റവും മാധുര്യമായിട്ട് തീരാനായിട്ട് നാളെ വിവാഹം എന്ന കുദാശിയിലേക്ക് നമ്മുടെ കുഞ്ഞ് പ്രവേശിക്കുമ്പോൾ അവൻ്റെ ഭാവി വധുവിനെയും അവരുടെ കുടുംബാംഗങ്ങളെയും നാളത്തെ എല്ലാ തിരുക്കർമ്മങ്ങളെയും ഏറ്റവും മനോഹരമായിട്ട് ഈ തമ്പുരാൻ ഇഷ്ടപ്പെട്ട രീതിയിൽ ഏറ്റവും മംഗളകരമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള കൃപാവനം ഈ കുടുംബത്തിനും ഈ കുഞ്ഞിനും നൽകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെയായിരിക്കുന്ന എല്ലാ വ്യക്തികളെ, മക്കളെ, കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, സുഹൃത്തുക്കളെയൊക്കെ കർത്താവിൻ്റെ കരങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് വലിയ അഭിഷേകവും അനുഗ്രഹവും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ഈ മകനിലേക്ക് എഴുന്നള്ളി വരാനായിട്ട് ഇപ്പോൾ കാരണവന്മാരും ബന്ധുക്കളും മിത്രങ്ങളൊക്കെ ഈ കുഞ്ഞിനെ കുരിശ് വരച്ച് ആശീർവദിക്കുമ്പോൾ ആ വലിയൊരു അഭിഷേകവും ദാനങ്ങളും അനുഗ്രഹത്തിൻ്റെ വലിയ ഇടപെടലുകളും ഈ മകൻ്റെ ജീവിതത്തിലേക്ക് വരാനായിട്ട് താഴ്മയോടുകൂടെ കുഞ്ഞിനെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ കർത്താവ്, നിന്റെ കൈകളിലേക്ക് ഞങ്ങളുടെ അഭിഷേകവും ശക്തിയും ദാനങ്ങളും ഇവനിലേക്ക് ഇറങ്ങി വരട്ടെ. രോഗങ്ങളും ഉപദ്രവങ്ങളും ദോഷങ്ങളും അനർത്ഥങ്ങളും തിന്മയുടെ സ്വാധീനങ്ങളും വ്യക്തനങ്ങളും മാറിപ്പോകട്ടെ. ആകുലതകളെ, സമ്മർദ്ദങ്ങളെ, നിരാശകളെ, ഭയങ്ങളെ എടുത്തു മാറ്റണമേ. കരങ്ങളെ, മനസ്സിനെ, ജീവിതത്തിനെ ബലപ്പെടുത്തിക്കൊണ്ട് ആയുസ്വാരോഗ്യ എല്ലാവിധ ദാനങ്ങളും ഈ മകനും അവൻ്റെ കുടുംബത്തിന് നൽകി ആശീർവദിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും, എന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയ ആയിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കുവാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചൂടോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തി ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. മാറ്റട്ടെ. ആമേൻ. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകും.
എന്നെ അനുഗമിക്കുന്ന അന്ധകാരത്തിൽ നടക്കുന്നില്ല, അവന് ജീവന്റെ പ്രകാശം ലഭിക്കും എന്നറിയിച്ച് നമ്മുടെ കർത്താവ് ഈ മകനും അവന്റെ കുടുംബ ജീവിതത്തിന് ജീവന്റെ പ്രകാശം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഞങ്ങളുടെ മകൻ കഴിക്കാൻ പോകുന്ന ഈ മധുര പദാർത്ഥത്തെ കാരുണ്യപൂർവ്വം വിശദീകരിച്ച് ആശീർവദിച്ചാലും നിന്റെ അഭിഷേകവും ശക്തിയും ദാനങ്ങൾ ഇതിലേക്ക് ഇറങ്ങി വരട്ടെ. കൂട്ടായ്മയിലും സ്നേഹത്തിലും വിശ്വാസത്തിലും വളർന്നു വരാനായിട്ട് മുന്നോട്ടേക്കുള്ള ഇവന്റെ കുടുംബജീവിതം ഇതുപോലെ മധുരതരമായി തീരാനും അങ്ങ് അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. സർവശക്തനായ മുദ്രണത്താല് നിന്റെ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ഈ മകനെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. അവന്റെ ജീവിതത്തെ അനുഗ്രഹം കൊണ്ട്, സൗഭാഗ്യം കൊണ്ട്, ഐശ്വര്യം കൊണ്ട് നിറയ്ക്കുമാറാകട്ടെ. പരിശുദ്ധ അമ്മേ, യേശുപിതാവേ, സകല വിശുദ്ധരെ, ദൂതന്മാരെ, ഈ മകനും അവന്റെ കുടുംബത്തിന് തുണയായിരിക്കട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെ, ഭവനങ്ങളെ, മക്കളെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. ആമേൻ. വിശുദ്ധ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്തുതി. വിവാഹം എന്ന കുദാശയിലൂടെ പുതിയൊരു കുടുംബം ആരംഭിക്കാൻ പോകുന്ന സിബിനെയും ഷാർട്ടിനെയും വേണ്ടി പ്രാർത്ഥിക്കാനും അവർക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കാനും എത്തിയിട്ടുള്ള എല്ലാ കുടുംബാംഗങ്ങളെയും, സുഹൃത്തുക്കളെയും, അയൽവാസികളെയും എല്ലാവരെയും കുറുപ്പത്ത് കാവാലം കുടുംബാംഗങ്ങളുടെ പേരിൽ ഒത്തിരി സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ മധുരവെപ്പ് ചടങ്ങിലേക്ക് പ്രവേശിക്കുകയാണ്. സുബിന് മധുരം വെക്കട്ടെ. മണവാളച്ചക്കന് മധുരം കൊടുക്കട്ടെ. നമ്മുടെ മണവാളന് മധുരം കൊടുക്കട്ടെ.
I learned to take the middle road, the one without risk or the fear of unknown, but playing it safe has a cost of its own. Love can be hard and sometimes painful, but I'd rather have the highs and the lows than be careful. The heart's more resilient than it is fragile, and I'd rather have the highs and the lows than be careful. We put things we value in cases, 'cause if it has meaning then it might be taken. But beauty is found in taking chances, and I wanna live with abandon. Yeah, I might get hurt, but it's worth what I'm gaining. If we wanna grow, it takes the sun in the rain. Love can be hard and sometimes painful, but I'd rather have the highs and the lows than be careful. The heart's more resilient than it is fragile, and I'd rather have the highs and the lows than be careful. I'll start living free. Learn to let them in. Giving all of me is a good place to begin. Love can be hard and sometimes painful, but I'd rather have the highs and the lows. The heart's more resilient than it is fragile, and I'd rather have the highs and the lows than be careful. There's always a choice between free and fearful, and I'd rather have the
நெஞ்சுக்குள் தைக்கின்ற முள்ளாகும் கண்ணீர் கண்பற்ற காயும் கை வைக்கத்தாக யாரும் காற்று வீசுது இந்த பெண் பெண்ணல்ல வண்ண பூந்தோட்டம் வளையோசை கரகரகரகரகரக படிக்கிற குடுகுடுதல் காற்று வீசுது बंदे कुछ करने के बाद पचने में चोट का मौसम है गुंडा पचे करना ले जा उठा जा करना कुछ करता है करना कुछ करता है पर करते मैं जोता है करना ले जा उठा जा करना कुछ करता है करना कुछ करता है पर करते मैं जोता है சிறப்பான தரமான சம்பவங்களை இனிமேதான் பார்க்க போறோம். Now's the point. Here. രതി പുഷ്പം പൂർണ്ണയാമം മാലിടം രാസഖേളി തടാകം സുഖസോമം തിരുമുടാം ആദ്യരോമാഞ്ചഭാവം പെണ്ണാണോ അമ്പേ പൊന്നാണോ അലകളിലായി മുത്തേരി നടമാടേടി ഇടം ഞാനൊന്ന് പാടാൻ വേണ്ടി ഓമൽ പക്ഷിനി വെൺമണി ചിറകിലങ്ങി എന്നും ഇവനോട് താടാമോടി മാസത്തേരിൽ ഒന്ന് ചുറ്റാൻ വേണ്ടി ആരാധകരെ സാന്ത്വനായി അവതരിപ്പിക്കാൻ പോകുന്ന ഈ ഒരു ഐറ്റം ആരും വീട്ടിൽ പോയി അനുകരിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച്
കൊച്ചു കുട്ടികൾ. കാരണം ഇത് വളരെ അപകടം പിടിച്ചൊരു പരിപാടിയാണ്. എന്താ ഉണ്ടായേ? ഞാൻ പോകുന്നു. സിന്ദൂരം നടന്ന ഉയരി മഴ പൊഞ്ചൊടിയിൽ പൊന്നാരം. ഓഹോ ഓഹോ കമലദളം കവിളിണയിൽ സിന്ദൂരം നടന്ന പുലരി മഴ പൊഞ്ചൊടിയിൽ പൊന്നാരം. കുളിപ്പാടി വന്നു സർക്കാല സന്ധ്യ കുളിപ്പൂക്കി നിന്നു മറുകാവിലെങ്ങോ കുളിപ്പാടി വന്നു കറിയായ ചിരിയായ പറഞ്ഞാലും അത് നീ പൂഞ്ഞൊട്ടി ജലദേവനെ അറിയാതെ കല്ലിലെ അറിയാൻ ഞാനും പോകുന്നു സർക്കാല സന്ധ്യ കുളിപ്പൂകിന്നു മറുകാവിലെങ്ങോ കുളിപ്പാടി വന്നു.
തീരത്ത് പുകൾ കൊഴിഞ്ഞാൽ ആറ്റിലാടുന്ന ആമ്പൽ പൂവിന്റെ തേന്നുകർന്നേ വരാ വെള്ളപ്പൂ ചെണ്ടൊന്ന് കൂടെ കൊണ്ടും തരാം ലാ 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 ലാ